പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, സ്ത്രീയുടെയും പുരുഷൻ്റെയും 12 നക്ഷത്രങ്ങൾ നാം വിവാഹത്തിന് ചേർക്കാറില്ല. ചേർക്കുകയാണെങ്കിൽ അത് ആയുസ്സിന് ദോഷമായി ബാധിക്കുന്നു. ലക്ഷ്മിത്വം, സമ്പത്തില്ലാത്ത ഒരവസ്ഥയെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ആചാര്യർ ഉപദേശിക്കുന്നു. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. ആഷാഢ ഭരണി ഹസ്ത സാർപ്പ ഇന്ദ്ര വരുണാനി ഷഡ് രോഹിണ്യാർദ്ര ശ്രവിഷ്ഠാച തിഷ്യ മൂല മഘാനി ഷഡ് ദമ്പത്യോർ ജന്മതാരൈക്യം നഷ്ടായുർ ശ്രീ വിയോഗദം. ആഷാഢം, സ്ത്രീയുടെയും പുരുഷൻ്റെയും നക്ഷത്രങ്ങൾ പൂരാടമായാലും ഭരണിയായാലും അത്തമായാലും ആയില്യമായാലും തൃക്കേട്ടയായാലും ചതയമായാലും രോഹിണിയായാലും തിരുവാതിരയായാലും അവിട്ടമായാലും പൂയമായാലും മൂലമായാലും മകമായാലും അത് ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്നില്ല. അവിടെ സമ്പത്ത് നിലനിൽക്കുകയില്ല എന്നും ആചാര്യർ വിധി എഴുതുന്നു. ഇതിൽ പല നക്ഷത്രങ്ങളും മധ്യമരജ്ജു നക്ഷത്രങ്ങളാണ്. മധ്യമരജ്ജു വരുന്ന 9 നക്ഷത്രങ്ങൾ നാം വിവാഹത്തിന് ചേർക്കാറില്ല. എന്നാൽ എല്ലാ മധ്യമരജ്ജു നക്ഷത്രവും ഇവിടെ ആചാര്യർ സൂചിപ്പിച്ചിട്ടില്ല. മധ്യമരജ്ജുവിന് പുറമേയുള്ള നക്ഷത്രങ്ങളാണ് അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം, രോഹിണി, തിരുവാതിര, മൂലം, മകം എന്നീ നക്ഷത്രങ്ങൾ. അതുകൊണ്ട് വിവാഹ പൊരുത്ത ചിന്ത ചെയ്യുമ്പോൾ ഈ നക്ഷത്രങ്ങൾ വരൻ്റെയും വധുവിൻ്റെയും ഒരേ നക്ഷത്രമായി വരികയാണെങ്കിൽ അത് പരിത്യജിക്കേണ്ടതാണെന്ന് ആചാര്യർ പറയുന്നു.